ഹായ് ഹലോ ഏഞ്ചലോയ്സിലേക്ക് സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ഫീലിങ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നു, അവരെടുത്ത തീരുമാനം വളരെ വിഡ്ഢിത്തരമായി പോയി എന്ന് അവർ ചിന്തിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ പ്രതി എന്ത് ചിന്തയിൽ കൂടിയാണ് വ്യൂസിൻ്റെ പേഴ്സൺ കടന്നു പോകുന്നത്? ഇപ്പോൾ മൂണിൻ്റെ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഡിപ്രഷനുണ്ട്. അവരെടുത്ത തീരുമാനം വളരെ തെറ്റായിപ്പോയി. ഇപ്പോൾ അവർ ആ കുഴിയിലേക്ക് വീണു പോയിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ടാണ് കടന്നു പോയതെങ്കിൽ ആ കുഴിയിലേക്ക് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം വീണിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ശ്രമിക്കുന്നുണ്ട്, റീയൂണിയന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ തോട്ടുകൾ, നെഗറ്റീവ് തോട്ടുകൾ, അവർ ചെയ്ത പ്രവൃത്തികളെല്ലാം അതിനെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഒരുപാട് വേട്ടയാടുന്നുണ്ട്. അവർക്കൊരിക്കലും നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയിലേക്ക് കടന്നുപോയി, തേർഡ് പാർട്ടിയുടെ വാക്ക് പ്രകാരം നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു പോയെങ്കിൽ അവർക്ക് റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിലേക്ക് കടന്നു വരാൻ പറ്റാത്തവണ്ണം ഇവിടെ അവരുടെ നെഗറ്റീവ് പ്രവൃത്തികൾ, അവരുടെ വാക്കുകളെല്ലാം അവരെ ബ്ലോക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ചിന്തയിൽ നിന്നും അവർക്ക് ഒരിക്കലും പുറത്ത് കടക്കാൻ കഴിയുന്നില്ല. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ? റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ സാഹചര്യം പ്രതികൂലമായിട്ടുള്ള സാഹചര്യമായി നിൽക്കുന്നു. നിങ്ങളിലേക്ക് വരണം, നിങ്ങളുടെ സ്നേഹം അവർക്ക് വേണം, നിങ്ങളെ വിട്ടുകളയാൻ അവർ തയ്യാറാകത്തില്ല. പക്ഷേ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണ്. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഈ റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. അവരുടെ കോള് മെസ്സേജിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. അവരെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ റിലേഷനുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് പോയാലോ, അങ്ങോട്ട് മെസ്സേജ് അയച്ചാലോ, അവരെ അങ്ങോട്ട് ചെന്ന് കണ്ടാലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചില പ്ലാനുകൾ ചെയ്യുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് റിലേഷൻഷിപ്പിനെ പ്രതി? ഒരുപക്ഷെ നിങ്ങളുടെ വിവാഹം കഴിച്ച വ്യക്തികളായിരിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ട് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഫസ്റ്റ് സന്തോഷം നിങ്ങളിപ്പോഴും മിസ്സ് ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ഹൃദയത്തിൽ അവരെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഒരുപക്ഷെ അവരിൽ നിന്ന് ദൂരെയാണെങ്കിലും നിങ്ങൾ അവരെ